അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം CPIMന്റെ മുതിർന്ന നേതാക്കളും പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഷീന മാർട്ടിനും കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശും ചേരുകയാണ്. ആദ്യം ഷീനയിലേക്ക്. ഷീന, എപ്പോഴാണ് മൃതദേഹം അവിടെ എത്തിച്ചത്? ആരൊക്കെ ചേർന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ റസലിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്? ലക്ഷ്മി പത്മ 9:25 മൃതദേഹവുമായി എത്തിയ വിമാനം നെടുമ്പാശ്ശേരിയിലെത്തിയത്. തുടർന്ന് ഇവിടെ AV ജയരാഘവൻ, CN മോഹനൻ, അതേപോലെ തന്നെ മന്ത്രി VN വാസവനടക്കമുള്ള CPMന്റെ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. തുടർന്ന് ഇവിടെ നിന്നും മൃതദേഹം ആംബുലൻസിൽ കയറ്റി ചെറിയൊരു പൊതുദർശനത്തിന് ശേഷം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്ന CPM നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമായി ചെറിയൊരു പൊതുദർശനം ഒരുക്കിയിരുന്നു. ആ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റി കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയാണ്. കോട്ടയത്തായിരിക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 12 മണിയോടുകൂടി എത്തിക്കും. അവിടെയുള്ള നേതാക്കൾക്കായുള്ള പൊതുദർശനം ഉണ്ടാവുക. തുടർന്ന് അവിടെ നിന്നും ചങ്ങനാശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും തുടർന്ന് തെങ്ങണയിലെ വീട്ടിലായിരിക്കും പിന്നീട് മൃതദേഹം ഉണ്ടാവുക. നാളെയാണ് സംസ്കാരം നടക്കുക. ഇവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഇവിടെ ഒട്ടനവധി CPM നേതാക്കളും പ്രമുഖ നേതാക്കളും അടക്കം പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ എത്തിച്ചേർന്നിരുന്നു. ലക്ഷ്മി പത്മ. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്. ഗോകുൽ, CPM കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് AV റസൽ വിടവാങ്ങുന്നത്. അത്തരത്തിൽ സംഘടനാ രംഗത്ത് അങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി പദവി വഹിക്കുന്ന ഒരാൾ വിടവാങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത്യന്തം വൈകാരികമായിരിക്കും അവിടെ കാര്യങ്ങൾ. പ്രത്യേകിച്ചും കോട്ടയത്തെ CPMന്റെ ഒരു ജനകീയ മുഖം തന്നെയായിരുന്നു അദ്ദേഹം. ഏത് തരത്തിലാണ് അവിടെ പാർട്ടി പ്രവർത്തകർ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്? ഏത് തരത്തിലുള്ള ഒരു യാത്രയപ്പാണ് AV റസലിനായി അവർ ഒരുക്കുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കോട്ടയത്തെ CPMന്റെ മുഖം എന്ന് മാത്രമല്ല, പാർട്ടിയുടെ എല്ലാമായിട്ടിരുന്ന ഒരു നേതാവാണ് അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിൽ വിടവാങ്ങിയത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ജന്മനാടായിട്ടുള്ള കോട്ടയത്തേക്ക് എത്തിച്ചേരും. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തകരെല്ലാം തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇവിടെ എത്തി ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും ആദ്യ പൊതുദർശനം ക്രമീകരിക്കുന്നുണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള മുതിർന്ന CPM നേതാക്കളൊക്കെ തന്നെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. 12 മണിയോടുകൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തുടർന്നൊരു 2:30 മണി വരെ, ഉച്ചയ്ക്ക് ശേഷം 2:30 മണി വരെ പൊതുദർശനം ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടാകും. ഇവിടേക്ക് പ്രവർത്തകർക്ക് എത്തി അനുശോചനം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകുമെന്നാണ് പാർട്ടി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 2:30 ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള ചങ്ങനാശ്ശേരിയിലേക്കായിരിക്കും ഭൗതികദേഹം വിലാപയാത്രയായിട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. അദ്ദേഹം ദീർഘനാൾ പ്രവർത്തിച്ച ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലായിരിക്കും അതിനുശേഷം പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം 4 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, തെങ്ങണായിലുള്ള വീട്ടിലേക്കും മൃതദേഹം കൊണ്ടുപോകുന്നുണ്ടാവും. തുടർന്നുള്ള പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളും തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം 12 മണിയോടുകൂടി വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, അല്ലെങ്കിൽ ഭൗതികദേഹം ഇവിടെ പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നുള്ള വിവരവും ഔദ്യോഗികമായി തന്നെ പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തെ CPMന്റെ എല്ലാമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. ഇന്നലെ വൈകിട്ട് 3 മണിയോട് കൂടിയിട്ടാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായത്. അർബുദ രോഗബാധയെ തുടർന്ന് ഏറെ നാളായിട്ട് അദ്ദേഹം ചികിത്സയിൽ കഴിയവെയാണ് ഇത്തരത്തിലുള്ള ഒരു വിയോഗം അദ്ദേഹത്തെ തേടി എത്തിയത്. നേരത്തെ 2022 മുതൽ അദ്ദേഹം കോട്ടയം ജില്ലാ സെക്രട്ടറി എന്നുള്ളൊരു പദവി വഹിച്ചു വരികയായിരുന്നു. CPMന്റെ ജില്ലയിലെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളുടെയും നിർണായകമായിട്ടുള്ള പല വിജയങ്ങളുടെയും പിന്നിൽ അതിന് ചുക്കാൻ പിടിച്ചിരുന്ന ഒരു നേതാവ് കൂടിയിട്ടാണ് ഇത്തരത്തിൽ
പാർട്ടി വിട്ടുപോകുന്നത് അല്ലെങ്കിൽ വിടവാങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ മുതൽ തന്നെ ജില്ലയിൽ വളരെ സജീവമായി നിന്നൊരു നേതാവ് കൂടിയിട്ടാണ്. വർഷങ്ങളായി 4.5 പതിറ്റാണ്ടോളം അദ്ദേഹം തൻ്റെ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ഘട്ടത്തിലും അദ്ദേഹം കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് പാർട്ടിയെ കരുത്താർജിപ്പിച്ചുകൊണ്ട് ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചൊരു നേതാവ് കൂടിയിട്ടാണ്. മന്ത്രി VN വാസവൻ്റെ ഒരു പിൻഗാമി എന്ന നിലയിൽ ജില്ലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയിട്ടായിരുന്നു അദ്ദേഹം. VN വാസവൻ മന്ത്രിസ്ഥാനത്തേക്ക് മാറിയപ്പോഴാണ് അദ്ദേഹം AV റസൽ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ VN വാസവൻ വഹിച്ചിരുന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് അതിൻ്റെ ജില്ലാ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാറ്റുന്നുണ്ടായത്. 1981 അദ്ദേഹം CPM പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. അതിനുശേഷം യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. അത്തരത്തിൽ പല പോലീസ് മർദ്ദനങ്ങൾക്കിരയായിട്ടൊക്കെ തന്നെ താഴേക്കിടയിൽ നിന്ന് തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു മികച്ച നേതാവ് കൂടിയിട്ടായിരുന്നു AV റസൽ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഒപ്പം ഏറെ നാൾ താഴേക്കിടയിൽ പ്രവർത്തിച്ചു. DYFIയുടെ പല ചുമതലകളിൽ പ്രവർത്തിച്ചു വന്നു. അതിൻ്റെ DYFIയുടെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന വൈസ് പ്രസിഡന്റായി. ഒപ്പം 7 വർഷത്തോളം കോട്ടയം ജില്ലയുടെ സെക്രട്ടറിയായിട്ട് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു വന്നു. അതിനുശേഷമാണ് അദ്ദേഹം CPM പ്രസ്ഥാനത്തിലേക്ക് എത്തുകയും തുടർന്ന് വിവിധ ചുമതലകൾ വഹിച്ചു വരികയും ചെയ്തത്. 12 വർഷക്കാലത്തോളം ചങ്ങനാശ്ശേരി ഏരിയ പ്രസിഡന്റായിരുന്നു, ഏരിയ കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. 12 വർഷത്തോളം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടും 24 വർഷമായിട്ട് CPM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. 2022 മുതലാണ് ജില്ലാ സെക്രട്ടറി എന്നുള്ളൊരു ചുമതല കൂടി അദ്ദേഹം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തന്നിരുന്നത്. തൻ്റെ കർമ്മപഥത്തിലുടനീളം വലിയ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും വിജയങ്ങളും വരിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ കൈക്കൊണ്ടിട്ടുള്ള ഒരു നേതാവ് കൂടിയിട്ടാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് വിടവാങ്ങിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവുന്നതിലും വലുതാണ് കോട്ടയത്തെ പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം സംസ്ഥാനം ഒട്ടുക്കുള്ള നേതാക്കൾക്ക്. അദ്ദേഹം ഒരു സഹോദര തുല്യം തന്നെയായിരുന്നു എന്നുള്ളത് പ്രതികരണങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്തായാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നോവായിട്ട് AV റസൽ എന്ന സഖാവിൻ്റെ വിയോഗം ഇങ്ങനെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോട്ടയത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വിടവ് ഒരിക്കലും നികത്താൻ സാധിക്കാത്തതാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ജന്മനാട്ടിലേക്ക് എത്തിക്കും. 1:30 മണിയോടുകൂടി മുഖ്യമന്ത്രി എത്തുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ കോട്ടയത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള ചങ്ങനാശ്ശേരിയിലുമൊക്കെ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മി. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഷീന മാർട്ടിനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.